ചെന്നൈ തുറമുഖത്തിന് സമീപം കാർ കടലിൽ വീണു. പിന്നിലേക്ക് എടുക്കുന്നതിനിടെയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടുപോയ കാർ കടലിൽ വീണത്. ഡ്രൈവർക്കായി തെരച്ചിൽ നടത്തുകയാണ്. മുഹമ്മദ് റഗീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുഹമ്മദ് റഗീസ് ചേരുന്നു. റഗീസ്, പറയൂ വിവരങ്ങൾ. എസ്കെൻ, ഈ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു കാറ് കടലിലേക്ക് വീഴുന്നത്. ഈ തുറമുഖത്തിന് സമീപമാണ് ഈ കാറ് കടലിലേക്ക് വീഴുന്നത്. അതായത് നേവി ഉദ്യോഗസ്ഥരെ കൂട്ടാനെത്തിയ ആളാണ്. നേവി ഉദ്യോഗസ്ഥനെ കൂട്ടാനെത്തിയ മുഹമ്മദ് സഖി എന്ന ആളെയാണ് ഇപ്പോൾ കടലിൽ കാണാതായിരിക്കും. ഇന്നലെ രാത്രിയോടുകൂടി ഇയാൾ നേവി ഉദ്യോഗസ്ഥനെ കൂട്ടാനായി ഈ തുറമുഖത്തിന് സമീപത്തേക്ക് എത്തുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നു. ശേഷം ഇയാൾ കാറിലേക്ക് വന്ന് കയറി. പിന്നീട് റിവേഴ്സ് എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ട് കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ ആളെ ഈ വാഹനവും ഒപ്പം തന്നെ ഈ ഡ്രൈവറും ഇവിടെ ഈ തുറമുഖത്തിൻ്റെ അവിടെ സമീപത്ത് കടലിലേക്ക് വീഴുന്നത്. ഈ വാഹനത്തിൽ ഈ നേവി ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി. പക്ഷേ ഡ്രൈവറിന് സമയത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല. അതാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. കാർ എന്തായാലും അല്പസമയം മുൻപ് ഈ ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പൊക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രൈവറെ, ഈ നേവി ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവറായിട്ടുള്ള മുഹമ്മദ് സഖിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി ഈ നേവി ഉദ്യോഗസ്ഥൻ്റെ ഡ്രൈവറാണ് ഇയാൾ. രാത്രി കൃത്യം ഈ സ്ഥലത്ത് എത്തിയിട്ടാണ് ഇയാളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ഇന്നലെ കാറ് പിന്നിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ കാറ് ഈ ഒരു ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെടുകയും ഒപ്പം ശേഷം ഇയാളെ കാണാതാവുകയും ചെയ്തിട്ടുള്ളത്. എസ്കെഎൻ.